നമുക്കിന്ന് കഥ കേൾക്കാം. കാളകളും സിംഹവും. കാളകളും സിംഹവും. കുട്ടികളെ, നിങ്ങൾ കാളകളെ കണ്ടിട്ടുണ്ടോ? കാളയെ കണ്ടിട്ടുണ്ടോ? അതുപോലെ സിംഹത്തിനെ കണ്ടിട്ടുണ്ടോ? ദാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കാളകളെ കണ്ടോ? ഇതല്ലേ ഈ കൊമ്പൊക്കെയുള്ള ഇത് നിൽക്കുന്നത് കാളയാണ്. ഓടിപ്പോകുന്നത് ആരാണ്? സിംഹം. ഈ സിംഹത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആ, എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളേ? കാഴ്ച ബംഗ്ലാവിലല്ലേ? ആ, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, മൊബൈലിലൊക്കെ കണ്ടിട്ടില്ലേ, വീഡിയോയിൽ. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കാളകളും സിംഹവും എന്ന കഥയാണ്. നമുക്ക് കാണാം, നമുക്കിന്ന് കേൾക്കാം. ഓക്കെ, നോക്കിക്കോണേ. ഒരിടത്ത് 4 കാളകളുണ്ടായിരുന്നു. എത്ര കാളകളുണ്ടായിരുന്നു? 4 കാളകളുണ്ടായിരുന്നു. അവർ 4 പേരും നല്ല കൂട്ടുകാരായിരുന്നു. എന്തായിരുന്നു? അവർ നല്ല കൂട്ടുകാരായിരുന്നു. അവർ പുല്ല് മേയുന്നതും വിശ്രമിക്കുന്നതും ഒരുമിച്ചായിരുന്നു. ഒരു ദിവസം വിശന്ന് വലഞ്ഞ ഒരു സിംഹം അവരെ കണ്ടു. സിംഹം അവരെ ആക്രമിക്കാൻ വന്നു. പക്ഷേ 4 പേരും കൂടി സിംഹത്തിനെ ഓടിച്ചു. അയ്യോ, പിന്നീട് ഒരിക്കൽ അവർ 4 പേരും വഴക്കിട്ട് പിരിഞ്ഞു. ആ തക്കം നോക്കി സിംഹം ഓരോ കാളയെയും ആക്രമിച്ച് കീഴടക്കി കൊന്നു. എന്നിട്ട് അങ്ങ് ഭക്ഷിച്ചു. കണ്ടോ? ചിത്രത്തിൽ കാണിക്കുന്നത് കണ്ടോ? പാവം കാളകൾ. അവർ ഒത്തൊരുമിച്ച് നിന്നിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അല്ലേ കൂട്ടുകാരെ? ആ, അപ്പം ഈ കഥയിലൂടെ, ഈ കുഞ്ഞു കഥയിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താണ് ഗുണപാഠം മനസ്സിലായത്? ഐക്യമത്യം മഹാബലം. അതായത് ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നുള്ള പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടാവില്ലല്ലേ? കുഞ്ഞുങ്ങളെ, നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാലേ നമുക്ക് ഏതിനെ തരണം ചെയ്യാൻ പറ്റുള്ളൂ? എന്തിനും തരണം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാളകളും സിംഹം എന്ന കഥ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായോ? ആയെങ്കിൽ ഒരു ലൈക്ക് തരണേ.